നമ്മൾ ആ എൻസ്കിലിൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് എടുത്തല്ലോ. അപ്പം ലെഫ്റ്റ് എടുത്ത് നമ്മൾ ഒരു നല്ലൊരു കൺട്രി സൈഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടുന്ന് നമ്മൾ ഉടനെ റൈറ്റ് എടുക്കുന്നു. കുറച്ചൊരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് എടുക്കുന്നു. അവിടെ ബോർഡൊക്കെ എവിടെയുണ്ട് ഉണ്ട്, ആർച്ച് ഹൗസ്, മാർബിൾ ആർച്ച് കേവ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കുന്നു. നമ്മൾ ആ കൺട്രി സൈഡിൽ ഇങ്ങോട്ട് വന്നിട്ട് ഉടനെ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ആ ഹില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കുന്നു മാർബിൾ ആർച്ച് കേവ്സിലേക്ക്. ഓക്കെ, ഇതാണ് എൻട്രൻസ്. ഇതാണ് ഹലോ, അങ്ങനെ ഒത്തിരി നാളിന് ശേഷം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെൽഫാസ്റ്റിൽ നിന്ന് ഏതാണ്ട് 90 മൈൽസ് അല്ലെങ്കിൽ 2 hours ജേർണി കഴിഞ്ഞ് നമ്മൾ എൻസ്കിലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു. അവിടെ ഒരു മാർബിൾ ആർച്ച് കേവ് എന്ന് പറഞ്ഞ ഒരു കേവ് ഉണ്ട്. അപ്പോൾ ആ കേവിലേക്കുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ആണ്. അപ്പം നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് കൊണ്ടുവരികയാണ്. കോവിഡൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോകളൊന്നും ചെയ്യാനുള്ളത്. അപ്പം കോവിഡൊക്കെ ഇവിടെ കുറച്ച് കുറഞ്ഞു. അപ്പം ഞങ്ങളുടെ 1-2 വീഡിയോകളൊക്കെ ഉടനെ അടുത്തുണ്ടാവും. ഓക്കെ, അപ്പം ഈ മാർബിൾ ആർച്ച് കേവിനെ കുറിച്ച് 2 വാക്ക് പറയാം. അപ്പം 1895 ഇത് ഡിസ്കവർ ചെയ്തത്. ഇങ്ങനെ ഒരു കേവ് ഉണ്ടെന്നുള്ളത് അയർലൻഡിൽ നിന്നുള്ള 2 പേരാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തത്. പേരൊക്കെ വിക്കിപീഡിയയിലുണ്ട്. അപ്പോൾ ഇത് 1985 ഒരു ടൂറിസമായിട്ട് ഇത് പ്രഖ്യാപിക്കുന്നത്. യുനെസ്കോയുടെ ടേബിളിലുള്ള ഒരു ലൈംസ്റ്റോൺ മാർബിൾ ആർച്ച് കേവാണിത്. ഇത് നോർത്തേണിലെ ഏറ്റവും വലുതും UK തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് എന്ന് വേണേൽ പറയാം ലൈംസ്റ്റോൺ മാർബിൾ ആർച്ച് കേവാണ് ഇവിടെയുള്ളത്. ഏകദേശം നമ്മൾ 200 മീറ്റർ ഉള്ളിലോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഏകദേശം 1 മണിക്കൂർ നമ്മൾ 1.5 മൈലോളം നമ്മൾ ഇതിനകത്തൂടെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റിവർ വന്ന് ഇതിനകത്ത് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കൽഡ എന്ന് പറഞ്ഞ ഒരു റിവറായിട്ടാണ് ഇത് ഒന്നിച്ച് 3 വന്നിട്ട് കൽഡ എന്ന് പറയുന്ന ഒരു റിവറായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ആ റിവറിൽ കൂടെ ബോട്ടിംഗ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം ഈ കോവിഡ് ആയതുകൊണ്ട്, കോവിഡിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടായതുകൊണ്ട് 1-2 ബോട്ടം കണ്ടുള്ളൂ അതിനകത്ത്. പക്ഷെ അവർ കാണിക്കുമായിരിക്കും, പക്ഷേ അറിയത്തില്ല ഉണ്ടോയെന്ന്. ഇത് നമ്മൾ കേവിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ നേരത്തെ ഇവിടെ വരണം. 1/2 hour നേരത്തെ ഇവിടെ വരണം. അപ്പം അതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഗൈഡ് നമുക്ക് തരും. അപ്പം ആ ഗൈഡ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. എന്തൊക്കെയാണ് സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫുള്ള് അതിൻ്റെ ഒരു കേവിൻ്റെ ഒരു സംഭവം. അതിൻ്റെ ഒരു അവരുണ്ടാക്കിയെടുത്തേക്കുന്ന ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ഇതാണ്. ഇപ്പം നമ്മൾ എവിടെയാണ് വന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ നിന്നാണ് ആദ്യമേ ഇറങ്ങിയത്. അങ്ങനെ അത് കണ്ടുപിടിക്കുന്ന സമയത്തുള്ള ഒരു ചെറിയൊരിതാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വന്ന് നമ്മൾ കയറ് കെട്ടി അവർ പയ്യെ അവർ ഇറങ്ങുന്നതായിട്ടാണ് കണ്ടോ. അവർ ഇറങ്ങുന്നതായിട്ട് ഇങ്ങനെയാണ് അവർ ആദ്യമായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വന്നിട്ട് താഴെ കൂടാണ് റിവർ പോകുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമുക്കൊരു ബോട്ടിംഗ് കിട്ടുന്നത്. പക്ഷേ അതെനിക്കറിയില്ല, ഈ ബോട്ടിംഗ് ഇപ്പോൾ ഉണ്ടാവുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം ബോട്ടിംഗ് ഉണ്ടോ ഇല്ലെന്ന്. അതിങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ അന്ന് ഉപയോഗിച്ച ലാംപ്സൊക്കെയാണ്. അപ്പം അതിനകത്ത് പോകാൻ വേണ്ടിയുള്ള എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചായിരിക്കും, ആദ്യം ഉപയോഗിച്ച വല്ലതായിരിക്കും ഇതൊക്കെ.
സ്റ്റൗ പോലത്തെ സാധനം. അതെനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്മുടെ മണ്ണെണ്ണ ടൈപ്പ് അങ്ങനെ മണ്ണെണ്ണ വിളക്ക് പോലെയൊക്കെ ഉള്ളത്. ഇതൊക്കെ അന്ന് അവർ ഉപയോഗിച്ച കുറച്ച് മെറ്റീരിയൽസാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇവിടെ വരുന്നവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നല്ല ഗ്രിപ്പായിട്ടുള്ള ഒരു വാക്കിംഗ് ഷൂ മസ്റ്റായിട്ട് ആവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ടെമ്പറേച്ചർ ഹൈ ആണെങ്കിൽ തന്നെയും 20 or 25 ഔട്ട്സൈഡിലുണ്ടെങ്കിൽ തന്നെ, പക്ഷേ കേവിനകത്ത് എപ്പോഴും ഒരു 10 ഡിഗ്രി കാണത്തുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ റിവറൊക്കെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നമുക്ക് നല്ലൊരു ജാക്കറ്റ്, എസ്പെഷ്യലി ചില ഭാഗങ്ങളിലൊക്കെ ഈ വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സ്മോളായിട്ടുള്ള സ്ട്രീംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല ഒരു ജാക്കറ്റും ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും മസ്റ്റായിട്ട് കൊണ്ടുവരണം. പിന്നെ ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർ അലോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളത് കുറച്ച് നേരം അവരൊക്കെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. കാരണം സ്റ്റെപ്പ് ഇറങ്ങാനും പിന്നെ അതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ വരുമ്പം നമുക്ക് കുറച്ച് സ്ട്രെയിൻ ആകുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്, നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ടൂർ ഗൈഡ് എന്താ സംസാരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. So has anyone been to the caves before? Yes. Yeah. So today in the caves, instead of going down to the wet entrance, because the boats aren't on for COVID-19, we'll be going down the other entrance. So we'll be going down some steps. Now, does anyone have any respiratory problems or any health problems that they wouldn't be able to do the steps? So there will be short breaks in between, so we can take our time. When we get down to the cave, it will get a wee bit noisier, so I'll pull down my mask and stuff, and I'll shout as loud as I can. So just remind you, keep your mask on in the caves, and there's no eating or drinking in the caves. Does anyone have any questions before we go down? Happy enough to go? If we come across another group, we'll just stand in to the left-hand side and face the opposite direction, and we'll let them pass. Alright, so if you just want to follow me. ഇവിടെ നമ്മൾ കേവിലോട്ട് പോവുകയാണ്. അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 ആയതുകൊണ്ട് അവർ വേറെ എൻട്രൻസ് വഴിയാണ് അവർ കയറ്റി വിടുന്നത്. Alright, just before we go into the caves, the person at the back, you just close the door behind you, so we'll just sanitize our hands before we go in. ഇപ്പോൾ ഇവിടെ എല്ലാം സാനിറ്റൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി താപ്പോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 200 മീറ്റേഴ്സൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പേടിയാവുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ള അഡ്വഞ്ചറസ് തന്നെയാണ്. കാരണം നമ്മൾ ഒരു 200 മീറ്റർ നമ്മൾ മൗണ്ടൻ അകത്തോട്ട് കയറി പോവുകയാണ്. Okay, just before we go down, there's a couple of steps here. I know if anyone has got glasses or anything, if you want to pull down your mask a bit so they don't steam up, because the steps are quite steep. So before we go down, this would have had a sheet of ice across the top, and as you can imagine, the melting of the ice caused it to collapse, and this is what we're in now. If you look over here to the right, this is actually Dartry limestone. So about 12,000 years ago, sea creatures would have died, and the compression of the rock and the sea creatures caused the Dartry limestone. So you can actually see horizontal and vertical cracks. There are weak points in the bedding, and that's where the actual acidic water goes in and creates the erosion, and that's where the caves start to form. Does anyone have any questions before we go down? So just take your time going down the steps here now. ഓക്കെ, അപ്പോൾ നമ്മൾ താപ്പോട്ട് ഇറങ്ങുകയാണ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 200 മീറ്ററാണ് ഉള്ളിലൊക്കെ നമ്മൾ പോകുന്നത്.
അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു സൂപ്പർ സംഭവമാണ് കേട്ടോ. Alright, so if you just kind of want to get into your kind of sections there, just the families. When we get down to the caves, there's a couple of rules. Firstly, if everyone stays and you don't go off the pathway. The second one is all the formations, we don't tell anyone to touch them. That's because there's actually oils in our hands that stop and halt the growth. And as you can imagine, every 1,000 years, it's only 1 centimetre of growth in the formations. So if you can appreciate, even touching the formations does help the growth. And does anyone have any questions before we go on? When we start walking down here, we're going to walk the whole way. മെട്രോ ട്രെയിനിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇറങ്ങുന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ തോന്നുന്നത് നമുക്ക്. പിന്നെ ഭയങ്കര എക്കോ ഉണ്ട്. ഇപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. സ്റ്റെപ്പെല്ലാം വെറ്റാണ്, കാരണം വെള്ളം ഇറ്റിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് അവർ പ്രോപ്പറായിട്ട് അവർക്ക് എല്ലാം തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ഇതാണ് അതിന് കേവിനകത്തൂടാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പേടിയല്ല, നല്ല പേടിയുണ്ട്. കാരണം ഞങ്ങളുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര ഞങ്ങൾ പേടിച്ചില്ല. കാരണം തായ്ലൻഡിലെ ഒരു കേവിലുണ്ടായ സംഭവങ്ങൾ അറിയാമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പേടിയായിപ്പോയി. ഒരു റിവറാണ് ഈ പോകുന്നത് കേട്ടോ. വെട്ടം വളരെ കുറവാണ്. ആ റിവറിലെ ആ വാട്ടർ ഒഴുകുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത് നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ വെട്ടമുണ്ട്. അപ്പോൾ ഞാൻ ആ വെട്ടത്തിൽ റിവറാണ്. നമുക്ക് നടക്കാനൊക്കെ പറ്റും. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ചെയ്തിട്ടേക്കുന്നത്. Alright folks, we've another group up here ahead. If you just keep walking straight past. വേറൊരു ഗ്രൂപ്പ് ഇപ്പോൾ നമ്മളവരെ പാസ് ചെയ്യുകയാണ്. ഇപ്പം കുറച്ച് ഘട്ടമൊക്കെ ഉണ്ട്. Okay folks, so you'll be glad to know we're nearly at the start. So just up here on your right again, at foot height, there's a rock sticking out here, so stay to the left. Alright, so just at the top of the steps. Wow. Alright, so you just want to face your way up here to the top. ഭൂമിക്കടിയില്ലേ Starting there at the back. എന്താ സെറ്റപ്പ്. ഇതിലൊന്നും തൊടാനൊന്നും പറ്റുന്നില്ല നമുക്ക് കേട്ടോ. അതൊരു മാർബിളാണ്, മാർബിൾ ടൈപ്പാണ്, ലൈം സ്റ്റോണാണ്, സോറി. ഇവിടെയൊക്കെ ഉണ്ട്. Alright, if you just want to push on in, because it's such a small group, we should all fit in there, okay?
അവർ പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ടച്ച് ചെയ്താൽ അത് ഗ്രോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നേ. അപ്പം 1000 years എടുക്കുമെന്ന് പറഞ്ഞു 1 centimeter വളരാൻ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയത് എത്രയോ വർഷം കൊണ്ട് എത്രയായി. So this is the start of the cave, okay? So in normal circumstances, as I said before, this is actually the well entrance down here. So that's where you would actually come through. Like in 1895, Edward Martel and James Listerson actually came down. So if you can imagine, back then, they came in a collapsible canoe, and they climbed up the whole way up these rocks, and all they had was magnesium flares. So if you can imagine, in this dark chamber, for literally 15 seconds of light, that's all they see. So it was pretty daunting. So they were actually... സ്റ്റാർട്ടിങ്. ഓക്കെ. ഈ കൊറോണ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കേവിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഒരു ഇറക്കം കാണുമ്പം തായ്ലൻഡിലെ ആ ഒരു കേവിൻ്റെ കൂട്ട് നമുക്കൊരു പേടി പോലെ തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെ തൊട്ടൊക്കെ ഇരിക്കുക, ഈ സമയം എപ്പോഴാണ് വീഴുന്നതെന്നൊന്നും അറിയത്തില്ല. ഇതുണ്ടോ? Okay, I just had a question here at the front, why it's called Marble Arch Caves. There's actually no marble in these caves, and there's actually limestone, so I think these both agree. Limestone caves, Marble Arch Caves sounds a bit better, so that's the real answer. Alright, so don't be afraid to ask questions, we're not that scary. I'm sure you can ask as many questions you want throughout the tour. So, at the minute, we're in the phreatic tube. Does anyone know what phreatic means? It means free of air. So at one point, if you follow my light, this entire chamber here was actually full of water. And we can know this for two reasons. If you actually follow my light, you can actually see the erosion of the rocks over time. See the way it's carved out? And then if you look in the wall, these scalloping marks, they look like little bumps. You can actually see the veneration going on down here. So if you can imagine, up higher, the smaller scalloping marks, that's like quicker speed of water. And then the bigger scalloping marks is a slower movement of water. So at one point this was covered fully with water. Now, okay, so just where he's actually walked through, just to show you again, just behind you, you can actually see the scalloping marks. Alright, so the water. Now we're actually in the sun, so if you imagine back your kitchen, the kitchen sink goes down like a U shape, and this is actually what it is here as well. So there's actually a constant bit of water in that bit of the U, and it's 7 meters deep. And you actually, when you look at it here, it's quite shallow, but when you get on down it, it can be quite deep. And you'll actually see this discoloration as well in the water. That's from the peatlands, like I said earlier on, and that is the iron in the water. Alright, so it is drinkable water. Okay, so just before we go on, like I was saying, when you're going through this man-made tunnel, this is what we actually had to hand drill. As if you can imagine, you couldn't use dynamite or you couldn't use explosions, as it would have moved some of the formations in the cave. So it was all hand drilled. So you'll see these wee holes through the walls in the man-made tunnel. Alright? Just watching this again, so stay on your left hand side. Okay, head height. അവിടെ തലവ് ഇടിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെ ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്ന നമ്മുടെ തലയൊക്കെ പൊട്ടിപ്പോവും ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇവിടെ ഒരു മാൻമേഡ് ടണലാണ്. അപ്പം അത് അവരുണ്ടാക്കിയതാണ്, ഈ ടൂറിസം പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു മാൻമേഡ് ടണൽ. ഡ്രില്ല് ചെയ്ത് അവർ പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കിയതാണ്. അതിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇപ്പുറത്ത് വന്നു. So just explain, because of COVID-19 with social distancing on the boat,
that's why they're not on. But a bigger thing that we actually are faced with at the minute with the boats is the water levels. So it's quite hard to actually get the water levels perfect for the boats. So there's a big weir and a small weir, and it's actually a handmade pump. So we actually have to go and pump the water out. So it really is against Mother Nature. So now we're in the new chamber, okay? And if you actually look up here, this is a great photo that you just can take. These are all the straw stalactites, okay? And we're called straw because we're hollow inside, but over time, dirt and sand actually fills up inside them. Now, just where we actually were, where we actually have our safety top outside, the room to the right of that, we're actually about 60 metres now from that room. The deepest part of the cave is actually 95 metres, and that's all in the cave. So just to put it in perspective, it's 60 metres from the top. And if you actually look up, you can actually see some man-made holes. That's where actually the cement and concrete actually came down to build the path along the day. Alright? So you'll actually see some of these man-made holes where they put the concrete and sand down. Because as you can imagine, you don't want to start carrying that down all those steps. ഇതാണ് ലൈംസ്റ്റോൺ. ഇത് 1 സെന്റിമീറ്റർ വളരുന്ന 1000 വർഷം കൊണ്ടാണ് പറയുന്നത്. Instead of the water going straight down, it actually trickles down the formation of the rock. And that's the cave curtain, also known as the streaky bacon. And as I was saying earlier on, pure calcite is white in colour, but this is where the minerals like iron and magnesium came through. Okay? So if you want to follow me on. നമ്മളിപ്പോൾ അവർ പറയുന്നതെന്ന് അറിയാമോ, നല്ല മഴയുള്ള സമയത്ത്, അതായത് ഹെവി ആയിട്ടുള്ള മഴയുള്ള സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഫുള്ള് കവർ ചെയ്ത് വാട്ടർ പോകും. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ വാട്ടർ പോയ ഭാഗമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ തേഞ്ഞിങ്ങനെ ഭയങ്കര ഹെവി ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറ്റത്തില്ല. ഹെവി റെയിനൊക്കെ ആണെങ്കിൽ ഇത് ഈ റിവർ ഓവർഫ്ലോ ആയി ഇങ്ങനെ പോകുന്ന വഴി പറയണേ. And the oil in our hand onto the group. If you can imagine, this is actually the fastest growing stalactite in the cave. And you can actually see the constant dripping of water, and that's the key to being the fastest. Right, in normal circumstances, 1 centimetre of growth takes 1,000 years. This one only takes 100 years. So it's 10 times as fast. Because മറ്റതെല്ലാം 1000 ഇയേഴ്സ് കൊണ്ട്. ഇതാണ് ഈ കേവിലെ ഏറ്റവും ഫാസ്റ്റഡായിട്ട് വളർന്ന ലൈം സ്റ്റോണാണ്. 100 അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈം സ്റ്റോണിൽ കൂടെ വാട്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഴുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് ഫാസ്റ്റായിട്ട് അങ്ങനെ വരുന്നതെന്ന് അവർ പറഞ്ഞു. ഫാസ്റ്റായിട്ടാന്ന് പറഞ്ഞാൽ 100 ഇയേഴ്സ് കൊണ്ട് 1 സെന്റിമീറ്റർ. അതെ, 100 ഇയേഴ്സ് കൊണ്ട് 1 സെൻറ്റിമീറ്ററാണ് വളരുന്നത്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ 1000 ഇയേഴ്സ് കൊണ്ടാണ് 1 സെൻറ്റിമീറ്റർ വളരുന്നത്. Which go down, and then we've actually got a cave pillar, okay? And that's where the stalagmite and the stalactite have joined together. So they're the married couple. And then if you look round the corner, you can actually see a stalagmite and a stalactite, which actually are the engaged couple. So if you come back in a couple of 1000 years, they'll hopefully join together. My God. All right, and you'll also see something that was called the streaky bacon. Does anyone know what that was called? The streaky bacon. So instead of going down, that's the stalactite, the stalagmite's up, and then what was it was the cave, the curtain. Yeah, perfect. So we've got some cave curtains up there. Okay, so if you just want to keep following me back.
ഓക്കെ, അപ്പം നമ്മുടെ ഈ കേവിൻ്റെ എൻഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടം വരെ ഉള്ളൂ. അപ്പോഴേ നമ്മൾ കേവ് പരിവേഷണം നമ്മുടെ തീർന്നിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു കാണാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് അല്ലേ ലക്ഷ്മി? കാണാൻ ഒരു വീഡിയോയിൽ അതെങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് നല്ലതായിട്ട് അവർ ലൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാം. നമ്മൾ നേരിട്ട് വന്ന് വരുമ്പോൾ നമുക്കിത് നല്ല അടിപൊളിയായിട്ടൊരു അനുഭവമാണ്. പിന്നെ കുറച്ച് ഡേഞ്ചറസും കൂടിയാണ്. അപ്പോഴും ഞങ്ങളുടെ ഗൈഡൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആർക്കും വരാവുന്ന അങ്ങനെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പം നമ്മുടെ ഡേഞ്ചറസും കാര്യങ്ങളൊക്കെ ഇവരെല്ലാം അത് കറക്റ്റായിട്ട് അവർ മാറ്റിയെടുത്തിട്ടുണ്ട് ഒരുപാട്. എന്നാൽ നമുക്ക് ഒരുപാട് താഴ്ചയിലാണല്ലോ ഈ സംഭവം നടക്കുന്നത്, ഭൂമിക്കടിയില്ല. അപ്പം നമുക്ക് അതിൻ്റെതായ ഒരു പേടിയുണ്ട്. Alright folks, it's like being back to heights which go down, and then we've actually got a cave pillar, okay? And that's where the stalagmite and the stalactite have joined together. So they're the married couple. And then if you look round the corner, you can actually see a stalagmite and a stalactite, which actually are the engaged couple. So if you come back in a couple of thousand years, they'll hopefully join together. My God. Alright, and you'll also see something that was called the streaky bacon. Does anyone know what that was called? The streaky bacon. So instead of going down, that's the stalactite, the stalagmite's up, and then what was it was the cave, the curtain, yeah, perfect. So we've got some cave curtains up there, okay? So if you just want to keep following me back, did fall into the water. If you did want to start splashing about, people would laugh at you because you could just stand up, and it's probably not that deep, and as you can see, it's probably not even up to your knee. But when the cave does flood, you can't even get down to this path, okay? It's fully overflow. Yeah, and I'll actually show you how high the water gets to on down, and you'll actually see the power of the water. So thinking about this theme of Ireland, this is called the thatch roof. So just like the thatch cottages, this is a flow stone, but as you can see, the Dartbury limestone, the water is eroding and pushing it in. As you can see, it's making this indent, and now it's like an overhang. So it's called the thatch roof, okay? So just before we go back now, just a reminder, duck your head here, okay? So just watch. And it could be sunny down here, it's just a different climate up there. But if you can imagine, it hasn't got the constant bit of water running down, and when it starts to dry up, that there'll be less water coming. So that's why it's not the fastest growing. Okay? Do you want to follow me on? Alright, just here in the right hand. Alright, so just to put into perspective by how water actually gets, when you see this flood, you actually only actually see the cave. And see where that white one is? And then it's like... ഇപ്പോൾ ഇവർ പറയുന്നത് ഈ മേൽഭാഗം തന്നെ അവിടം വരെ ആ സ്റ്റെപ്പ് കയറുന്ന അവിടം വരെ വാട്ടർ ഫുള്ളാവും ഈ നല്ല മഴക്കാലം വരുമ്പോൾ. ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് വളരെ താഴെയാണ്. അപ്പോൾ മൺസൂൺ ടൈമിൽ അതായത് മഴയുള്ള സമയത്ത് പിന്നെ ഒരുപാട് താഴ്ചയോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ മൺസൂൺ സമയത്ത് നമുക്ക് ഒരിക്കലും ഞാൻ ഇറങ്ങാനൊന്നും പറ്റത്തില്ല, ഫുള്ളി വാട്ടറാണ്, ഓവർഫ്ലോ ആണ്. പിന്നെ നമ്മുടെ ടൂർ തീർന്ന് നമ്മൾ മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങി വന്നതെല്ലാം മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ടയർഡായി. അങ്ങനെ നമ്മൾ മുകളിൽ വന്നു. ഇനി കുറച്ച് സ്റ്റെപ്പ് കയറണം.
എപ്പോഴും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് വരുന്നവർക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ചെറിയൊരു അഡ്വഞ്ചറസാണ് കേട്ടോ. കുറച്ച് പേടിയൊക്കെ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. ഇവിടെ ആരെങ്കിലും ഇനി കാണാൻ പോകാനുണ്ടെങ്കിൽ എല്ലാവരും മാർബിൾ കേവ് പോയി കാണണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അനിൽസ് ഡ്രീം. താങ്ക്